നമസ്കാരം സാർ. നമസ്കാരം സാർ, നമ്മുടെ തൊട്ടയൽവക്കത്തും തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് തമിഴ്നാട്ടിൽ. അതെ. അവിടുത്തെ വിശേഷങ്ങളൊന്നും ആരും പറയുന്നില്ല, നമ്മുടെ ചാനലുകളൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല. തമിഴ്നാട്ടിൽ എന്താണ് സംഭവിക്കുന്നതെന്നൊരു പിടിയുമില്ല. DMK ഇനിയും അധികാരത്തിൽ തുടരുമോ, അതോ അവിടെ ഈ NDA സഖ്യം AIDMK BJP പട്ടാളി മക്കൾ കക്ഷി ഇവരെല്ലാം ചേർന്ന് അധികാരം പിടിക്കുമോ, അതോ തൂക്കുസഭ വരുമോ? ഈ വിജയ് എന്ന പ്രതിഭാസം അതിന് തമിഴ്നാട്ടിൽ എന്തെങ്കിലും ചലനം സൃഷ്ടിക്കാൻ കഴിയുമോ? എന്താണ് സാർ അങ്ങയുടെ വിലയിരുത്തൽ? നമ്മുടെ നമ്മുടെ TV ചാനലുകൾ ഇതിനെക്കുറിച്ച് അധികം റിപ്പോർട്ട് ചെയ്യാത്തത് 9-ാം തീയതി കഴിഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്യാമെന്ന് വെച്ചിട്ടായിരിക്കും. ഇനി ഒരുപാട് സമയമുണ്ടല്ലോ. അതെ അതെ. പക്ഷേ എന്തായാലും നമുക്ക് അയൽവക്കത്തെ ഇപ്പോഴത്തെ ട്രെൻഡ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് അവിടെ ഇവിടുത്തെ പോലെ തന്നെ ആൻറ്റി ഇൻകംബൻസി ഭരണവിരുദ്ധ വികാരം ശക്തമാണ്. ശരിക്കും പറഞ്ഞാൽ അവിടെ NDA മുന്നണി എന്ന് പറയുന്നത് ഇപ്പോൾ അണ്ണാ DMK കൂടെ ചേർന്നുള്ളതാണ്. ആ മുന്നണി നേരിട്ട് DMK ആയിട്ട് മത്സരിക്കുകയാണെങ്കിൽ ആ മുന്നണിക്ക് വിജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. അതായത് 2021 133 സീറ്റ്, 234-ൽ 131 സീറ്റ് കിട്ടിയതാണ് DMK മുന്നണിക്ക്. ആ DMKക്ക് മാത്രം കിട്ടിയതാണ് 133. ആ കാലഘട്ടത്തിൽ പോലും അവർക്ക് 38%, 37.9 എന്തോ ശതമാനമാണ് ഉണ്ടായിരുന്നത്. 38% എന്ന് കൂട്ടാം. ഈ വെറും 66 സീറ്റ്, അത് പിന്നെ 60ആയിട്ട് കുറഞ്ഞു, പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുകയൊക്കെ ചെയ്തിട്ട് 66 സീറ്റാണ് AIDMK കിട്ടിയത്. ആ AIDMKയുടെ അതിലെ 33%, 32 പോയിന്റ് ഇതുപോലെ എന്താ പറയുന്നത് 33%. അപ്പോൾ അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 5%മാണ് 2021. പക്ഷേ അവിടെ സീറ്റുകളുടെ ഡിഫറൻസ് ഭയങ്കരമായിരുന്നു. എനിക്ക് തോന്നുന്നു അന്ന് BJPക്ക് ഏതാണ്ട് 5-6% ഇല്ല, 2.46 അങ്ങോട്ടായിരുന്നു. 3 തികച്ചില്ലായിരുന്നു. 3 തികച്ചില്ലായിരുന്നു. അണ്ണാമലൈ വന്നിട്ടാണ് അതിനെ ഇപ്പം 11%-ലായിട്ട് കഴിഞ്ഞ 2024 ഇലക്ഷന് 15%-ലേക്ക് 15%, 11%, ഒരു ശകലം കൂടെ അങ്ങനെയുണ്ട്. 11%-ന് പുറത്താക്കി അത് വർദ്ധിപ്പിച്ചത്. ഒറ്റയ്ക്കാണല്ലോ മത്സരിച്ചത്. അങ്ങനെ 11%-ആയിട്ട് വർദ്ധിപ്പിച്ചത് അണ്ണാമലൈ വന്നതിന് ശേഷം. അതുകൊണ്ടാണ് ദേശീയ നേതൃത്വം വിചാരിച്ചത്. കാരണം ഇവിടെ ഒരു പാർട്ടി 38% നിൽക്കുന്നു, മറ്റൊരു മുന്നണി 33% നിൽക്കുന്നു. അപ്പം നമ്മൾ ഈ 11 കൊണ്ട് നിന്നാൽ ഇനി എന്ന് നേരം വെളുത്താലാണ് ഇത് നമുക്ക് ഭരിക്കാനായിട്ടുള്ള ഒരു സൗകര്യം കിട്ടുക എന്ന് മനസ്സിലായത് കൊണ്ടാണ് മുന്നണി രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞ് അണ്ണാമലയെ നിരുത്സാഹപ്പെടുത്തി അങ്ങനെ മുന്നണി രാഷ്ട്രീയത്തിലേക്ക് പോയത്. അത് കറക്റ്റായിരുന്ന പോളിസി, വിജയിക്കാൻ സാധ്യതയുള്ളൊരു പോളിസിയായിരുന്നു. കാരണം ഭരണവിരുദ്ധ വികാരം നിൽക്കുമ്പോൾ ഇങ്ങനെ ഒക്കെ തന്നെയാണ് സംഭവിക്കുക. മുന്നണിക്കാണ് സാധ്യത. ഇപ്പോഴത്തെ കണക്ക് പ്രകാരം ഇപ്പോൾ ഒരു സർവേ നടത്തിയപ്പോൾ 43% DMKക്ക്, 40% AIDMKക്കും, 11-12% BJPക്കുമാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ BJP AIDMKയും തമ്മിൽ യോജിച്ചാൽ അത് തമിഴ്നാട്ടിൽ വലിയ തരംഗമായിരിക്കും. സീറ്റ് തോത്തു വരേണ്ടതാണ്. പക്ഷേ അവിടെയാണ് വിജയ് ഒരു സ്പോയിലറായിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നത്. വിജയ് എത്ര കുറച്ച് വോട്ട് പിടിച്ചാലും അത് ഈ ഭരണവിരുദ്ധ വികാരമായിട്ട് പോകും. ഇപ്പോൾ ഇവിടെ തന്നെ നമ്മുടെ കേരളത്തിൽ BJP പിടിക്കുന്ന വോട്ടുകൾ ശരിക്കും പറഞ്ഞാൽ ഭരണവിരുദ്ധ വികാര വോട്ടാണ്. പണ്ട് എന്തുകൊണ്ടാണ് 5 വർഷം കൂടുമ്പോൾ മാറി മാറി ഭരണം വന്നുകൊണ്ടിരുന്നത്? ഈ ഭരണവിരുദ്ധ വികാരം സ്പ്ലിറ്റ് ചെയ്ത് പോകില്ല, മുഴുവൻ UDFനാണ് കിട്ടുന്നത്. UDFന് കിട്ടും, അല്ലെങ്കിൽ LDFന് കിട്ടും. അതുകൊണ്ട് മാറി മാറി ഭരണം വന്നു. അത് കഴിഞ്ഞ് തുടർ ഭരണം വന്നതിൻ്റെ ഒരു കാരണം 3ാം ഭരണവും വരും 4ാം ഭരണവും വരും എന്ന് പറയാൻ കാര്യം എന്താണ്? BJP വോട്ട് പിടിക്കും. BJP 20% വോട്ട് പിടിക്കുന്നു. അപ്പോൾ 20% വോട്ട് പിടിച്ചാൽ പിന്നെ രക്ഷയില്ല. അപ്പോൾ ഒരു മുന്നണിക്ക് അത് വലിയ ദോഷം ചെയ്യും. മുന്നണിക്ക് വളരെ ദോഷം ചെയ്യും, ഭരിക്കുന്നവർക്ക് നല്ല സൗകര്യമാണ്. പക്ഷേ ഇത്തവണ അതും മാറി കേരളത്തിലെ സിറ്റുവേഷനിൽ. കാരണം ന്യൂനപക്ഷങ്ങൾ മാറിയതോടുകൂടിയാണ് ഈ പിക്ചർ മാറുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ അതും ഇവിടെ ഉണ്ടാവില്ല. 3-4 തുടർ ഭരണങ്ങൾ ഉണ്ടായിപ്പോയി. LDFിൻ്റെ പിടിപ്പുകേട് കൊണ്ട് അധിക അയ്യപ്പ സംഗമമൊക്കെ നടത്തി അധിക ഹിന്ദു വോട്ടുകൾ പിടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ കയ്യിലിരുന്ന ന്യൂനപക്ഷ വോട്ടും പോയി, ക്രിസ്ത്യൻ വോട്ടുകൾ പോയതാണ് സത്യത്തിൽ വന്ന ആ അപാകത. എന്തായാലും അതേപോലത്തെ ഒരു വെട്ടിലാണ് ഇപ്പം തമിഴ്നാട് നിൽക്കുന്നത്. തമിഴ്നാട്ടിൽ BJPയും AIDMKയും ചേർന്നാൽ നിസ്സാരമായിട്ട് ഭരണം പിടിച്ചെടുക്കാൻ കഴിയും. പക്ഷെ അവിടെ ഒരു സ്പോയിലർ വന്നിരിക്കുന്നത് വിജയാണ്. വിജയ് എല്ലാ സ്ഥലത്തും 234 സ്ഥലത്തും സ്ഥാനാർത്ഥികളെ നിർത്തുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. 2000-3000 വോട്ട് പിടിച്ചാൽ പോലും ചിലപ്പം
അതായിരിക്കും ഭൂരിപക്ഷമായിട്ട് ഒരു കക്ഷിക്ക് വരുന്നത്. അത് വെച്ചിട്ട് DMK ഏതാണ്ട് ഇതേ സീറ്റുകൾ തന്നെ പിടിച്ചാൽ അത്ഭുതപ്പെടേണ്ട എന്നുള്ളതാണ് അവസ്ഥ. അതുകൊണ്ടാണ് ഈ വിജയെ നിരുത്സാഹപ്പെടുത്താൻ എല്ലാവരും ശ്രമിക്കുന്നത്. DMK ശ്രമിക്കുന്നുണ്ട്, ADMK ശ്രമിക്കുന്നുണ്ട്, എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. കാരണം ഇത് എങ്ങോട്ടാണ് പോവുക, എങ്ങനെയാണ് ഇത് വിഴുങ്ങുക എന്നുള്ളത് അത്ര ക്ലിയർ അല്ല. DMKക്ക് ഒരു ചിത്രം വ്യക്തമല്ല, ഒരു അനിശ്ചിതത്വം. DMKക്ക് വേറൊരു ഭയം, ഇത്തവണ ഇങ്ങനെ ഒരു ആന്റി DMK ആയിട്ട് ഇവർ വലിയ ശക്തിയായിട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോഴല്ലെങ്കിൽ അടുത്ത തവണയെങ്കിലും ഇവർക്ക് വലിയ ഗുണമുണ്ടായാലോ, അല്ലെങ്കിൽ ഇപ്പം തന്നെ ഒരു 10 സീറ്റോ 15 സീറ്റോ ആണെങ്കിലും ഇവർ വിജയ് പിടിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളതിന്റെ കുറവ് ADMKക്ക് ഇവർ നികത്തി കൊടുക്കും, DMKക്ക് ചിലപ്പോൾ നികത്തില്ല. അങ്ങനെ വന്നാൽ ഇവരെല്ലാം കൂടി ചേർന്ന് ഭാവിയിൽ DMK അപ്രസക്തമാകുകയും ADMK നേതൃത്വം കൊടുക്കുന്ന NDA മുന്നണിയും വിജയ് നേതൃത്വം കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി മുന്നണിയും തമ്മിലായിരിക്കും പിന്നീട് ഫൈറ്റ്. DMK അവരുടെ നിഴലായിട്ട് നിൽക്കേണ്ടി വരും. എന്തായാലും ഒരു കാര്യം ഷുവറാണ്, DMKയുടെ ഭാവി അത്ര ശോഭനമല്ല. ഇപ്പോൾ സ്റ്റാലിൻ എന്ന് പറഞ്ഞ ഒരു ഉരുക്കുമുഷ്ടി നേതാവുള്ളതുകൊണ്ട് ഇങ്ങനെയൊക്കെ പോകും. ഒരു തലമുറ കഴിഞ്ഞു പോകുമ്പോഴത്തേക്കും അത് തന്നെ വിഷമത്തിലാണ്. കാരണം പഴയ ദ്രാവിഡ മുദ്രാവാക്യം മാത്രം ഉടായിപ്പ് പരിപാടികളൊന്നും ഓടില്ല ഇനി. കാരണം അവിടെ 70% ഹിന്ദുക്കളുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഹിന്ദുക്കൾ എല്ലാം വലിയ ഭക്തന്മാരുമാണ്. അതെ, മുരുക ഭക്തർ, പ്രത്യേകിച്ച് OBC വിഭാഗങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള തേവർ സമുദായത്തിനൊക്കെ വലിയ സ്വാധീനം. അവരെല്ലാം വലിയ മുരുക ഭക്തന്മാരാണ്. ഈ ഭക്തന്മാരുള്ളതുകൊണ്ട് പഴയ പോലെ ഒരു സനാതന ധർമ്മത്തിനെതിരെയൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കാൻ വലിയ പാടായിരിക്കും. അപ്പൊ ഇതുകൊണ്ട് ഇപ്പൊ തന്നെ അവിടുത്തെ മണ്ണിന്റെ മക്കൾ വാദം, മണ്ണിന്റെ രുചി നിറം മാറിയിട്ടുണ്ട്. ഒരു കാവ്യവൽക്കരണത്തിന്റെ രൂപം വന്നു. അല്ല സാർ, ഒരു വർഷം മുമ്പ് മധുരയിലേക്കടുത്ത് ഒരു വലിയ മുരുക സംഗമം നടന്നു. അത് കോടിയിലധികം ആൾക്കാർ അതിൽ പങ്കെടുത്തു. സ്റ്റാലിൻ ഞെട്ടിപ്പോയി. തമിഴ്നാട് ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് ഈ DMK സർക്കാരിന് അത് വലിയ ഭീഷണിയാണെന്ന് മാത്രമല്ല, ആ മധുരയെ ചുറ്റി ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അത് തിരുപ്പുറക്കുണ്ട്രം പരിസരത്ത് ഒരു 6 ക്ഷേത്രങ്ങൾ വേറെയും ഉണ്ട്. അവിടെ മാത്രം BJPക്ക് 7-8 സീറ്റ് ഉറപ്പാണെന്നാണ്. കാരണം ആ പ്രദേശത്ത് അങ്ങനെ വലിയൊരു വികാരം വന്നിരിക്കുന്നു. അതായത് മുസ്ലിങ്ങൾക്ക് പോലും എതിർപ്പില്ലാത്തപ്പം സർക്കാർ നേരിട്ട് ഇടപെട്ട്, അവിടുത്തെ ദേവസ്വം ബോർഡ് ഡിപ്പാർട്ട്മെന്റാണ്, ആ ഡിപ്പാർട്ട്മെന്റ് ഇടപെട്ട് ആവശ്യമില്ലാത്തൊരു പ്രശ്നം ഉണ്ടാക്കി വിളക്കുകൊളുത്തരെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ മുസ്ലിങ്ങൾ പോലും പറയുന്നില്ല, അല്ല അവര് പോലെ എതിർപ്പുമായിട്ട് വന്നില്ലെന്നാണ്. ഈ സ്തൂപത്തിന്റെ മുകളിൽ കുറെ പിന്നെ വിളക്കുകൊളുത്തുന്നതിന് ഈ സിക്കന്ദർ കുന്ന് അതിന്റെ മുകളിൽ വിളക്കുകൊളുത്തുന്നതിന് കാർത്തിക ദീപം അതിപ്പുറത്ത് ഈ തിരുപ്പുറക്കുണ്ട്രത്തിന്റെ മലമുകളിൽ ആണ് ഈ സ്തംഭം നിൽക്കുന്നത്. സിക്കന്ദർ കുന്നല്ല, സ്കന്ദർ മലയാണ്. സ്കന്ദർ മലയാണ്. സ്കന്ദർ എന്ന് പറഞ്ഞാൽ മുരുകൻ എന്നാണ് അർത്ഥം. അപ്പൊ സ്കന്ദർ മല ഇവരെന്ത് ചെയ്തു? സിക്കന്ദറാക്കി. അങ്ങനെ സിക്കന്ദർ കുന്നാക്കി മാറ്റിയതാണ്. നമ്മുടെ ഈ കന്യാകുമാരി ആക്കാൻ അതുപോലുള്ള ഒരു ചെറിയ കളിയാണ്. അല്ല, ഈ ഭാഷാ പണ്ഡിതന്മാര് പറയുന്നത് തന്നെ ഈ സ്കന്ദ ശബ്ദത്തിൽ നിന്നാണ് അലക്സാണ്ടർ എന്ന വാക്ക് ഉണ്ടായത് എന്നാണ് അവർ പറയുന്നത്. ഈ പേർഷ്യ മുഴുവൻ അങ്ങനെ ഉണ്ടായിരുന്നല്ലോ. ഇറാൻ എന്ന് പറയുന്നത് പഴയ പേർഷ്യയാണ്. ആ പേർഷ്യ ഈ ഇറാൻ എന്ന് പറയുന്നത് എന്താണ്? ആര്യ ശബ്ദമാണ്. അതിലാണ് ഇറാൻ. ഇൻഡോ ജർമാനിക് ഫാമിലിയിൽ ഉൾപ്പെടുന്ന ധാരാളം ഭാഷകൾ ഈ പ്രദേശത്ത് നിന്ന് ഇങ്ങനെ കിടക്കുകയല്ല ഉണ്ട്. ആ സംസ്കാരം തൊട്ടങ്ങോട്ട് ഇംഗ്ലീഷ് വരെ. അപ്പൊ അതുപോലെ ഇവിടെ ഈ സംസ്കാരം ഇപ്പൊ ഒന്ന് മാറി വരികയാണ്. അവിടെ ഒരു ഹിന്ദുത്വ സംസ്കാരം വേര് പിടിച്ച് വരുന്നത്. ഇതും DMKക്ക് ഒരു ഭയമാണ്. ചുവന്ന മണ്ണിനെ കാവ്യാക്കി സ്റ്റാലിന്റെ ഉദയനിധി സാറിന് ഇനി ഭാവിയിൽ നിലനിർത്താൻ കഴിയില്ല എന്നുള്ളത് എല്ലാവരും ഏതാണ്ട് കണക്കാക്കിയിട്ടുള്ളതാണ്. സ്റ്റാലിൻ പിന്നെ ഒരു വിധത്തിൽ എല്ലാവരെയും കൂട്ടി ഇങ്ങനെ പോകുന്നെങ്കിലും സ്റ്റാലിന് പോലും ഇപ്പൊ വലിയ ഫ്രീബീസ് കൊടുക്കേണ്ടി വന്നിരിക്കുകയാണ്. കൂപ്പണാണ് കൊടുക്കുന്നത്. ഏത് വേണോ വാങ്ങിക്കാം. ഫ്രിഡ്ജ് വേണോ, TV വേണോ, വാഷിംഗ് മെഷീൻ വേണോ, ഇതൊക്കെ സുപ്രീം കോടതിയെങ്കിലും ഇടപെട്ട് അവസാനിപ്പിക്കാൻ. സുപ്രീം കോടതിയിൽ ആൾറെഡി കേസുണ്ട്. അത് ഉടനെ കോടതിയാണെന്നോ ആദ്യം രൂക്ഷമായ വിമർശനമാണ്. തീർച്ചയായിട്ടും ഇത് എന്തെങ്കിലും ഒരു ബാരിയർ സുപ്രീം കോടതി കൊണ്ടുവരുമെന്ന് വിചാരിക്കാം. എന്തായാലും നമുക്ക് തമിഴ്നാട്ടിൽ ഇലക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ ഭരണവിരുദ്ധ വികാരം ശക്തമാണ്. ADMKയും NDAയും ഒന്നിച്ചു നിന്നാൽ പെർസെൻറ്റേജ് വെച്ച് ഇപ്പം അവർക്കാണ് മുൻതൂക്കം. ഈ 2 ഘടകങ്ങൾ നിൽക്കവേ ഈ വിജയ് 234 സീറ്റിൽ നിന്ന് എത്ര വോട്ട് പിടിക്കും? ജയിക്കുന്നൊന്നുമില്ല. പോലും പലയിടത്തും ചിലരെ തോൽപ്പിക്കാൻ പറ്റും. 10,000, 15,000, 20,000 ഒക്കെ ചിലയിടത്ത് പിടിക്കും. അവിടെയൊക്കെ ആര് തോൽക്കും എന്നുള്ളത് പ്രശ്നമാണ്. അത് മിക്കവാറും ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ അത്
NDA മുന്നണിയായിരിക്കും, അതായത് ADMK ഉൾപ്പെടുന്ന NDA മുന്നണിയായിരിക്കും അതിൻ്റെ പരിണിത ഫലം അനുഭവിക്കേണ്ടി പറയുന്നത്. സാർ, ഒരു സംശയം അവിടെ. അങ്ങ് പറഞ്ഞു വിജയ് കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ഈ ഒരു വിജയ് ഒരു സ്പോയിലറായി മാറുന്നു. പക്ഷെ വിജയിന് അങ്ങനെ ഒരു സ്വാധീനം തമിഴ്നാട്ടിൽ ഉണ്ടോ? കാരണം ഞാൻ ചോദിക്കാൻ കാരണം, നമ്മൾ MGRൻ്റെ ചരിത്രം നമുക്കറിയാം, ജയലളിതയുടെ ചരിത്രം നമുക്കറിയാം. ഇവരെല്ലാം കേവലം സിനിമാ താരങ്ങളെന്നുള്ള നിലയ്ക്കല്ല തമിഴ്നാട് രാഷ്ട്രീയത്തെ കയ്യിൽ. അങ്ങനെ ആയിരുന്നെങ്കിൽ ശിവാജി ഗണേശനും കയറി വരണമായിരുന്നു. പക്ഷെ ശിവാജി ഗണേശൻ, കമലഹാസൻ കയറി, ഇവരെല്ലാം പരാജയപ്പെട്ടു. പഴയ വിജയകാന്ത് പോലും കയറി വന്നില്ല. ഒരുപാട് അതെ. പക്ഷെ ജയലളിതയും MGR ഒക്കെ കൃത്യമായി രാഷ്ട്രീയം കളിച്ച് തന്നെയാണ് കയറി വന്നത്. അങ്ങനെ രാഷ്ട്രീയം കളിക്കാനുള്ള കഴിവ് വിജയിനില്ല എന്ന് പൊതുവെ എല്ലാവരും സമ്മതിക്കും. ശരിയാണ്. പക്ഷേ ഇപ്പോഴും തമിഴ്നാട്ടിലെ ചിലർ വിശ്വസിക്കുന്നത് അറിയാമോ, ഈ കള്ളന്മാരായ രാഷ്ട്രീയക്കാരേക്കാൾ ഭേദമാണ് നല്ലൊരു സിനിമാ നടൻ വന്നാലെന്നുള്ളതാണ്. ആ ഒരു വികാരം അവിടെ ഉണ്ട്. കാരണം DMK എന്ന് പറഞ്ഞാൽ മുഴുവൻ കള്ളം, ADMK എന്ന് പറഞ്ഞാലും കള്ളം. ഇതിവർ കണ്ടു മടുത്തു. അപ്പോൾ NDA ഒരു ബദലായിട്ട് BJP അത്ര ശക്തമായി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ 2.68% കിടന്ന BJP 11 ഈ അണ്ണാമലയെ വെച്ചിട്ട് ഉയർന്നത്. ഒരു പോലീസ് ഓഫീസർ, സത്യസന്ധനായ പോലീസ് ഓഫീസർ, ഒരു സിംഗം, ഒരു റിയൽ സിംഗം വന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറെ വോട്ട് കൊടുക്കുകയാണ് ജനം ചെയ്തത്. അത് പക്ഷേ കൂടുതൽ നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ വളരെ പാടായിരുന്നു. അതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് ആ പോളിസി മാറ്റി. ചിലപ്പോൾ 5 വർഷമോ 10 വർഷമോ BJP 15 വർഷം എടുത്താൽ പോലും അവിടുത്തെ ഈ ADMK ഈ രണ്ട് ധ്രുവങ്ങളിലായിട്ട് നിൽക്കുന്ന രാഷ്ട്രീയത്തെ പൊളിച്ചെടുക്കാൻ പെട്ടെന്ന് പറ്റില്ല. അതുകൊണ്ടാണ് അത് പോളിസി കേന്ദ്ര ഗവൺമെന്റ് മാറ്റിയത്. അതിപ്പോഴും നിലനിൽക്കുകയാണ്. അതുകൊണ്ട് വിജയെ നമുക്ക് എഴുതിത്തള്ളാൻ കഴിയില്ല. അത് എഴുതിത്തള്ളാൻ എങ്ങനെ, വോട്ട് പിടിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ വിജയിക്ക് വോട്ട് കിട്ടില്ല. വിജയിക്കാനുള്ള വിജയിയായി മാറണമെങ്കിൽ അതിന് ഈ കളി പോരാ. ജയലളിതയൊക്കെ കളിച്ച പോലെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കണം, ഒരു സ്ട്രക്ചർ ഉണ്ടാക്കണം. ഇപ്പോഴത്തേനും കഴിവായിരുന്നു ഈ ADMK മുന്നണി കയറിയാൽ മതിയായിരുന്നു. അദ്ദേഹത്തിന് മുന്നണിയിൽ നിന്നുകൊണ്ട് ഭരണത്തിന്റെ ഉപമുഖ്യമന്ത്രി സ്ഥാനം വാഗ്ദാനം ചെയ്തതാണ് NDA. അതെ, തീർച്ചയായിട്ടും ഇത് ഒന്നിച്ച് നിന്നിരുന്നെങ്കിൽ അവർക്ക് ഭരണം കിട്ടുകയും ഇദ്ദേഹം ഉപമുഖ്യമന്ത്രിയായി വരികയും പിന്നീട് പൊളിച്ചുകൊണ്ട് പോയാലും ഒരു 2-3 വർഷം കൊണ്ട് പാർട്ടിക്ക് ഒരു നല്ല സെറ്റപ്പ് ഉണ്ടായി കഴിഞ്ഞ് എല്ലായിടത്തും സ്ട്രക്ചറും ഒക്കെ ആയി കഴിഞ്ഞിട്ട് ഇതിനെ ഞങ്ങൾക്ക് പറ്റൂല, ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് പൊളിച്ചുകൊണ്ട് പോയാൽ പോലും പാർട്ടി ഒറ്റയ്ക്ക് നിൽക്കാനുള്ളൊരു കരുത്ത് നേടിയേനെ. പക്ഷെ ഇപ്പോൾ വിജയുടെ സ്ഥിതി ഇന്നത്തെ സ്ഥിതിയിൽ അത്ര മെച്ചമല്ല. വിജയ് ഒറ്റയ്ക്ക് ആൾക്കൂട്ടത്തെ പിടിക്കുന്നുണ്ട്. ആൾക്കൂട്ടം വോട്ടായി മാറാൻ താഴത്തെ തട്ടിൽ സംവിധാനം വേണം. ആ സംവിധാനം അവർക്കില്ല. അതാണ് പ്രശ്നം. എന്തായാലും നമുക്ക് തമിഴ്നാട് രാഷ്ട്രീയം വിശദമായിട്ട് നമുക്ക് പിന്നീട് 9-ാം തീയതിക്ക് ശേഷം നമുക്ക് വിശദമായിട്ട് നോക്കാം. നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.